മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരീ സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, കുരിശോരം ചേർന്ന് ക്രൂശിതനെ നെഞ്ചേറ്റിയുള്ള പീഠാനുഭവ സ്മൃതി യാത്രയുടെ 6ാം ഞായറാഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ തിരുസഭാ മാതാവ് വിചിന്തനത്തിനായി തരുന്ന തിരുവചന ഭാഗം വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 8ാം അധ്യായം 31 മുതൽ 9ാം അധ്യായം 1 വരെയുള്ള തിരുവചന ഭാഗമാണ്. ഈ സുവിശേഷത്തിൽ യേശു തൻ്റെ പീഠാനുഭവത്തെക്കുറിച്ച് ആദ്യമായി ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തുന്ന ഭാഗമാണ് നാം വായിച്ചു കേൾക്കുക. എന്നാൽ മഹത്വത്തിൻ്റെ മിശിഹായെ പ്രതീക്ഷിച്ചിരുന്ന പത്രോസ് ഈ പീഡാസഹനത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും വാർത്ത സഹിക്കാനാകാതെ തൻ്റെ പ്രിയ ഗുരുവിനെ മാറ്റി നിർത്തി തടസ്സം പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാതെ ഈശോ പത്രോസിനോട് പറയുന്നുണ്ട്, സാത്താനെ, നീ ദൂരെ പോകുക, നിന്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ്. ഇവിടെ നാം കാണുക, ഈശോ പത്രോസ് എന്ന വ്യക്തിയെ മാറ്റി നിർത്തുകയല്ല, മറിച്ച് അവൻ്റെ ഉള്ളിലെ ആ പൈശാചിക ചിന്തയെയാണ് ഈശോ തള്ളിപ്പറയുന്നതും മാറ്റി നിർത്തുന്നതും ശാസിക്കുന്നതും. ഈശോ പറയുന്നു, നിന്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ്. മത്തായിയുടെ സുവിശേഷം 16ാം അധ്യായം 17ാം തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്. ഈശോ പത്രോസിനോട് പറയുന്നു, നീ ഭാഗ്യവാനാണ്, കാരണം മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത് എന്ന്. അല്പം കഴിഞ്ഞ് അതേ യേശു തന്നെ പത്രോസിനെ നോക്കി പറയുന്നു, സാത്താനെ, നീ ദൂരെ പോകുക, നിന്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ്. പ്രിയമുള്ളവരെ, ഇവിടെ ഈശോ പത്രോസിനെ തള്ളിപ്പറയുകയോ മാറ്റി നിർത്തുകയോ പത്രോസ് എന്ന വ്യക്തിയെ മാനിക്കാതിരിക്കുകയോ ചെയ്യുന്നില്ല, മറിച്ച് അവൻ്റെ ഉള്ളിലെ പൈശാചിക ചിന്തകളെ ഈശോ മാറ്റി നിർത്തുകയും വെറുക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് തൻ്റെ പീഡാസഹന വേളയിൽ 3 തവണ തള്ളിപ്പറഞ്ഞ പത്രോസിനെ മനം നൊന്ത് കരഞ്ഞ് തിരിച്ചു വന്നപ്പോൾ സ്നേഹത്തോടുകൂടെ നെഞ്ചോട് ചേർത്ത് ആലിംഗനം ചെയ്യുന്നതും തൻ്റെ സഭയുടെ തലവനായി പത്രോസിനെ നിയമിക്കുന്നതും. ഇന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. പത്രോസിനെ പോലെ മാനുഷിക ചിന്തയിൽ, പൈശാചിക ചിന്തയിൽ കുടുങ്ങിക്കിടക്കുന്നവരാണോ നാം ഓരോരുത്തരും എന്ന്? ദൈവിക ചിന്തയിൽ നിന്നും നമ്മെ മാറ്റി നിർത്തുന്ന എന്തു തന്നെയായാലും അതിനെ പാടെ ഉപേക്ഷിക്കുവാനായിട്ട്, നമ്മുടെ ഉള്ളിൽ നമ്മൾ താലോലിച്ചു കൊണ്ട് നടക്കുന്ന പൈശാചിക ചിന്തകളെ വെറുത്തുപേക്ഷിക്കുവാനായിട്ട് ഈശോ ഇന്ന് നമ്മോട് ആവശ്യപ്പെടുന്നു. ഇന്ന് നമുക്കും ഒന്ന് ചിന്തിച്ചു നോക്കാം. പത്രോസിനെ പോലെ ദൈവിക കാര്യങ്ങൾക്ക് തടസ്സം പറയുന്ന വ്യക്തിയാണോ ഞാൻ? അതോ മാനുഷികമായ ചിന്തകൾക്ക് പ്രാധാന്യം കൊടുത്ത് പൈശാചിക ചിന്തകളെ താലോലിക്കുന്ന വ്യക്തിയാണോ ഞാൻ എന്ന്? ദേവാലയത്തിലേക്ക് കടന്നു വരുവാനും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനും കുമ്പസാരം എന്ന കൂദാശയിൽ പാപമോചനം നേടുവാനുമായി നമ്മെ തടസ്സപ്പെടുത്തുന്ന ചിന്തകളെയും പൈശാചിക ബന്ധനങ്ങളെയും പാടെ ഉപേക്ഷിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. പത്രോസിനെ പോലെ മനം നൊന്ത് കരഞ്ഞ് തിരിച്ചു വരുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.